ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തു നിന്ന് നമ്മുടെ SSC CGLൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, വേക്കൻസി ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി, എക്സാം പാറ്റേൺസ് ഒക്കെ നോക്കാം. നോട്ടിഫിക്കേഷൻ റിലീസായത് കഴിഞ്ഞ ആഴ്ചയാണ്. എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 22-നാണ്. അപ്പോൾ ആരും അവസാന നിമിഷത്തേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഇഷ്യൂ കാരണം നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു അവസരമാണ് നഷ്ടപ്പെടുക. അപ്പോൾ പറ്റുമെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് ടയർ 1 എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഉണ്ടാവുക. ആൻഡ് ടയർ 2 എക്സാം ഒരു ഡിസംബർ, അതായത് ഈ ഇയർ എൻഡ് ഡിസംബറിലാണ് ഉണ്ടാവുക. ടോട്ടൽ വേക്കൻസീസ് 12,256 വേക്കൻസീസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ടാക്സ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ് പോസ്റ്റിനൊക്കെയാണ് വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിപ്പം അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ഡിഗ്രി ആകാം, ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയാവണം ആൻഡ് 32 വയസ്സ് വരെ. ഓരോ പോസ്റ്റിനനുസരിച്ചിട്ടും ഏജ് വേരിയേഷൻസ് ഉണ്ടാകും ആൻഡ് റിസർവേഷൻ റിലാക്സേഷൻസും ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ തന്നെയാണ്. നമുക്കറിയാം, പൊതുവേ നമ്മുടെ SSCൻ്റെ 4 പാർട്ടായിട്ടാണ് ഉണ്ടാവുക: റീസണിങ്, GK, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഇംഗ്ലീഷ്. കഴിഞ്ഞ എക്സാം വരെ 100 മാർക്കിന് 60 മിനിറ്റായിരുന്നു ടൈം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ എക്സാം മുതൽ ഓരോ സെക്ഷൻ ടൈമുണ്ട്. അതായത് ഓരോ സെക്ഷൻസിനും 15 മിനിറ്റാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെയല്ല, പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന PYQ ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഓരോ സെക്ഷണൽ ടൈം വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശ്രമിക്കുക. ഇതുവരെ എക്സാമിന് പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർ വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ബേസ് ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കുക. ജസ്റ്റ് അധികം ഡീപ്പായിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ബേസ് ഒന്ന് സെറ്റാക്കി വെക്കുക. ദെൻ PYQs ചെയ്യാം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കുറേ മോക്ക് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ മോക്ക് ടെസ്റ്റ് സെക്ഷണൽ ടൈം വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ക്വാണ്ടിറ്റേറ്റീവും ഇംഗ്ലീഷും നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക. ദെൻ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പോലും ഇനി അത്രയും നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ്ടോ, അത്രയും ടൈം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇനി ഒരു ദിവസം പോലും മടി കാണിക്കാതെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി മോക്ക് ടെസ്റ്റ് ആയാലും PYQ സെറ്റ് ആയാലും നിങ്ങൾ ചെയ്ത് പഠിക്കുക. കൂടുതൽ SSCൻ്റെ നോട്ടിഫിക്കേഷൻസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും all the best.